Welcome back to my institution. Okay, the limits. Okay, limit and derivatives ആണ്. Okay, the limit നോക്കാം. നമുക്ക് ലിമിറ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ബൈ ഫോർമുല അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ ഫാക്ടറൈസേഷൻ മെത്തേഡ്, അങ്ങനെ 3-4 മെത്തേഡുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x സ്ക്വയർ മൈനസ് 3x പ്ലസ് 8. ഇതിൽ നമുക്ക് ലിമിറ്റ് കാണാൻ എളുപ്പമാണ്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 3 സ്ക്വയർ 9, 3 × 3 9, ആൻസർ 8 കിട്ടും അല്ലേ? വേറെ ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3. നമുക്കിങ്ങനെയാണെങ്കിൽ ഇവിടെ 3 കൊടുത്താൽ എന്ത് കിട്ടും? 0/0 ഫോം വരും അല്ലേ? ഇവിടെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം. നമ്മൾ എപ്പോഴും നോക്കുക, ഇങ്ങനെ ഡിനോമിനേറ്റർ വരുമ്പോൾ ഇത് ചെക്ക് ചെയ്യുക, 0 ആണ് വരുന്നത്. ന്യൂമറേറ്ററും ചെക്ക് ചെയ്യുക. അപ്പോൾ 0/0 ഫോം എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറ്റത്തില്ല. 9 എന്നുള്ളത് നമുക്കറിയാലോ, 3 സ്ക്വയർ a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോം. a പ്ലസ് b ഇൻറ്റു a മൈനസ് b ഫോം. എക്സ് പ്ലസ് 3 ഇൻറ്റു ആ 0 വരുന്ന ഫാക്ടർ ക്യാൻസൽ. നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് 3. റീപ്ലേസ് എക്സ് ബൈ 3 അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ബൈ 3. 3 + 3 6. കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കണ്ണാടി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബിടെക് JEE ഒക്കെ കുറച്ച് വീഡിയോസ് പെൻഡിങ് വെച്ചിരിക്കുന്നത്. ഞാൻ ഈയിടെ വീണ്ടും ഇടുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. നമുക്ക് ഒരു ഫോർമുലയുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു a x raised to n minus a raised to n by x minus a n a raised to n minus 1. x tends to a ആണെങ്കിൽ ഡിനോമിനേറ്റർ എങ്ങനെയായിരിക്കണം? x minus a ആയിരിക്കണം. x raised to n minus a raised to n, this number raised to n സെയിം ആയിരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? n a raised to n minus 1. നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് 2-3 ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x raised to 5 minus 32 by x minus 2. നമുക്ക് 32 ഇതിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. 2 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 32. x raised to 5 minus 2 raised to 5 by x minus 2. Okay, n 5. x tends to 2, x minus 2, x 2, ഇവിടെ x ഇവിടെ. ഈ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. n a raised to n minus 1. Here n is equal to 5, a is equal to 2. 2 raised to 4, 16. Question number 4. Limit x tends to 1 x raised to 10 minus 1 by x raised to 5 minus 1. നമുക്കിവിടെ ഈ ഫോർമുല ഡയറക്റ്റ് പറ്റില്ല അല്ലേ? നമുക്കൊരു ഫോം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാം. എക്സ് റേസ്ഡ് ടു 10, 1ന് നമുക്ക് 1 raised to 10 എന്ന് എഴുതാം. 1 raised to 10 നമ്പർ എന്താ? 1 itself by x minus 1 by ലിമിറ്റ് x tends to 1 x raised to 5 minus 1 raised to 5. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും. x minus 1 ക്യാൻസൽ ആവും. തിരിച്ച് ക്വസ്റ്റ്യൻ തന്നെയാവും അല്ലേ? പക്ഷെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഫോമായി. നമുക്ക് ന്യൂമറേറ്റർ എന്ത് കിട്ടും? n. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 10, a 1 raised to 9 5 into 1 raised to 4. 1 raised to n നമ്പർ 1.
10/5 നമുക്ക് എത്ര കിട്ടും? Question number 5. Limit x tends to 0, x plus 1 raised to 5 minus 1 by x. Okay, 1 raised to any number, 1 raised to 5, 1. 1 minus 1, 0 by 0 ഫോം ആയല്ലോ. നമുക്ക് ഈ ഫോമിൽ കൊണ്ടുവരാം. നമുക്ക് ഇവിടെ എക്സ് പ്ലസ് 1ന് നമുക്കൊരു സിംഗിൾ ലെറ്റർ കൊടുക്കാം. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു വൈ. എക്സ് ടെൻസ് ടു 0 ഇംപ്ലൈസ് 0 പ്ലസ് 1 വൈ ടെൻസ് ടു 1. ലിമിറ്റ് ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 1 വൈ ടെൻസ് ടു 1. ലിമിറ്റ് വൈ ടെൻസ് ടു 1 എക്സ് പ്ലസ് 1 വൈ റേസ് ടു 5. 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 റേസ് ടു 5. എക്സ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ? വൈ മൈനസ് 1. സ്റ്റാൻഡേർഡ് ഫോമായി ദറ്റ് ഈസ് എൻ എ റേസ് ടു എൻ മൈനസ് 1. ദറ്റ് ഈസ് 5. Question number 6. Limit x tends to 2, x raised to n minus 2 raised to n by x minus 2. (192). Find n. n a raised to n minus 1 4 വരണം അല്ലേ? റൈറ്റ് സൈഡ്. നമുക്ക് 192നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. വൺ ടു ത്രീ ഫോർ 5. 2 raised to 5 ഇൻറ്റു 6 അല്ലെങ്കിൽ 6 ഇൻറ്റു 2 raised to 5. നമുക്ക് റൈറ്റ് സൈഡിൽ അതിനെ എങ്ങനെ എഴുതാം? 192നെ 6 ഇൻറ്റു 2 raised to 5. n a raised to n minus 1. നമുക്കിവിടെ a 2. 6 minus 1 5. നമുക്ക് ആൻസർ എന്ത് എഴുതാം? n ഈസ് ഈക്വൽ ടു 6. 1 2 3 4 5. ഇവിടെ എഴുതുന്നതിലും അറിയാമല്ലോ, ഇവിടെ n ആണെങ്കിൽ ഇവിടെ n മൈനസ് 1 വരും. അതുകൊണ്ടാണ് ഞാനിവിടെ 6 വെച്ച് സ്റ്റോപ്പ് ആക്കിയത്. 6 ഇൻറ്റു നമുക്ക് ഈ നമ്പർ 2 തന്നെ ആയിരിക്കണം അല്ലേ? 2 raised to 5. n a raised to n minus 1. So n is equal to 6. Limit x tends to 0, root 1 plus x minus 1 by x. Root of 1, x-ന് 0 കൊടുക്കുമ്പോൾ root 1 1, 1 minus 1 0, 0 by 0. ഇവിടെ നമുക്ക് നമ്മൾ ചെയ്തതുപോലെ 1 പ്ലസ് എക്സിന് വൈ കൊടുക്കാം. എക്സ് ടെൻസ് ടു 0, വൈ ടെൻസ് ടു 1. ലിമിറ്റ് വൈ ടെൻസ് ടു 1, റൂട്ട് 1 പ്ലസ് എക്സ്. റൂട്ട് വൈ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ റേസ് ടു ഹാഫ് 1 റേസ് ടു ഹാഫ് ബൈ വൈ. സ്റ്റാൻഡേർഡ് ഫോമായി എൻ എ റേസ് ടു എൻ മൈനസ് 1. 1 raised to any number 1. So answer is 1/2. Next formula. Limit x tends to 0, sin x by x 1. ഇതാണ് അടുത്ത ഫോർമുല. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു 0, ഇതെന്താണോ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ അത് തന്നെയായിരിക്കണം ഇവിടെ ടെൻസ് ടു 0 ആയിരിക്കണം. എങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ത് എഴുതാം? 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എ എക്സ് ബൈ എക്സ് കോസ് ബി എക്സ്.
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കി ഇവിടെ എക്സ് ടെൻസ് ടു 0, മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ എ എക്സ് ടെൻസ് ടു 0, സൈൻ എ എക്സ് ബൈ എ എക്സ് ഇൻറ്റു എ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ കോസ് ബി എക്സ്. ഇവിടെ എക്സ് ആണെങ്കിൽ ആ എക്സ് തന്നെ ഇവിടെ ഇവിടെ എ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? എ എക്സ് ടെൻസ് ടു 0. ഇത്രയും ടേം എന്തായിരിക്കും? 1 ഇൻറ്റു എ. ഇവിടെ എക്സിന് 0 കൊടുത്താൽ കോസ് 0 എന്താണ്? 1 ബൈ 1 1. സോ ആൻസർ ഈസ് എ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. ലിമിറ്റ് എ എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് ഇൻറ്റു എ എക്സ്. ഇത് നമ്മൾ ഡിനോമിനേറ്ററിൽ എക്സ്ട്രാ എഴുതി ഫോം വരാൻ വേണ്ടി ഇവിടെ എക്സ് തന്നെ ക്യാൻസൽ ചെയ്യാം. ലിമിറ്റ് ഇവിടെ ബി എക്സ് ആണ്, നമുക്ക് എന്ത് എഴുതാം? ബി എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് ഇൻറ്റു ബി എക്സ്. ദിസ് ഈസ് 1, ദിസ് ഈസ് 1 by 1. ax by bx, x cancel. So answer is a by b. Limit x tends to 0 cos 2x minus 1 by cos x minus 1. ഇവിടെ നമ്മൾ 0 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ 1 - 1 0 0 by 0 4 അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 minus cos 2x by 1 minus cos x. വൺ മൈനസ് കോസ് 2x നമുക്ക് എങ്ങനെ എഴുതാം? 2 sin square x. അതെ, ആ ഫോമിലേക്കാൾ കുറച്ചും കൂടെ. കോസ് 2xന് നമുക്ക് കോസിലുള്ള ഫോർമുല അപ്ലൈ. 2 cos squared x minus 1 ബ്രാക്കറ്റ് ഓപ്പൺ, വി ഗെറ്റ് 2 minus 2 cos squared x. two minus 2 cos squared x by 1 minus cos x. 2 കോമൺ എടുക്കാം. 2 into 1 minus cos square x by 1 minus cos x. a square minus b square 4. 1 plus cos x into 1 minus cos x by, sorry, ഇവിടെ 2 ഉണ്ട്, 1 minus cos x. Cancel. Cos 0 1, 1 plus 1 2, 2 into 2 4. Limit x tends to 0 sin ax plus bx. ax plus sin bx. Limit x tends to 0. Dividing each term in the numerator and denominator by x. നമുക്ക് ഇവിടെ ലിമിറ്റ് എ എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് ഇൻറ്റു എ, ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട് അല്ലേ, പ്ലസ് ബി ബൈ ഹിയർ എക്സ് ക്യാൻസൽ എ. ലിമിറ്റ്
bx tends to 0, sin bx limit x tends to 0, sin ax by x, that is ax into a, ax by bx, by ax by x cancel. Limit bx tends to 0, sin bx by bx into b. This is equal to 1, 1 into a plus b. Next question. നമുക്ക് ലെഫ്റ്റും റൈറ്റും, ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ. f of x a plus bx x less than 1 is equal to 4 x is equal to 1 is equal to b minus ax when x greater than 1. Limit x tends to 1, f of x that is equal to f of 1. Find a and b. X less than 1, left limit. X tends to 1, ഇവിടെയാണ് മൈനസ് എഴുതുന്നത്, ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സ് ലെസ് ദാൻ 1 എ പ്ലസ് ബി എക്സ്. എക്സ് ലെസ് ദാൻ 1 ഫംഗ്ഷൻ എഴുതുമ്പോൾ പിന്നെ നമ്മളിവിടെ മൈനസ് വേണ്ട, എ പ്ലസ് ബി, ബി ഇൻറ്റു 1. ഇനി റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ 1. b minus ax, that is b minus a. f of 1, 4. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. സോ 1 പ്ലസ്, ഇവിടെ എ പ്ലസ് ബി കിട്ടി, ഇവിടെ എ മൈനസ് ബി കിട്ടി അല്ലേ. ഇത് ഏതിനോട് ഈക്വലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? എഫ് ഓഫ് 1 ദാറ്റ് ഈസ് 4. b plus a 4, b minus a 4. Adding we get minus a plus a cancel. 2b is equal to 8. b is equal to 4. b 4 ആണെങ്കിൽ നമുക്കറിയാം a എത്ര വരും? 0. 4 minus 4 0. Question number 12. ലിമിറ്റിൻ്റെ 12 ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ഡെറിവേറ്റീവ്സിൻ്റെ കൂടെ ഇടാം.
നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. കഴിയുന്നിടത്തോളം നാളെ തന്നെ ഞാൻ ഡെറിവേറ്റീവ്സ് ഇടാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി അധികം മാസമില്ല ആനുവൽ എക്സാമിന്. ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ. താങ്ക് യു.